പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ യൂസർ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ച് നോക്കിയിട്ട് പരാജയപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. മൊബൈൽ ഉപയോഗിച്ചിട്ട് നമ്മൾ യൂസർ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പല രീതിയാണ്. ഇത് ഓരോന്നിൻ്റെയും വേറെ വേറെ രീതിയാണ്. അപ്പോൾ ആ രീതികൾ ഏതെല്ലാം രീതിയാണെന്നുള്ളത് വിശദമായിട്ട് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ആദ്യം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ കാണാം. നിങ്ങൾക്ക് അവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് യൂസർ നെയിം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നിടത്ത് നിങ്ങൾക്ക് ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ നിങ്ങൾക്ക് യൂസർ നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയായിട്ട് ഈ കാണുന്ന യൂസർ നെയിം എന്ന് പറയുന്നത് എൻ്റെ പഴയ ചാനലിൻ്റെ പേര് ഇതായിരുന്നു. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ അന്ന് ഇട്ടിരുന്നായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ചാനലിൻ്റെ പേരനുസരിച്ച് എനിക്കിത് മാറ്റണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് മാറ്റുകയാണ്. ഇവിടെയായിട്ട് ഞാൻ അങ്ങാടിക്കൽ ടെക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ അങ്ങാടിക്കൽ ടെക് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇങ്ങനെ നമുക്കത് ആ യൂസർ നെയിം കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ടിക്ക് കിട്ടത്തുള്ളൂ മുകളിലായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടിക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ടിക്കിലോട്ട് ടച്ച് ചെയ്തിട്ട് അത് ഓക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂസർ നെയിം ഇപ്പോൾ തിരികെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് അങ്ങാടിക്കൽ ടെക് എന്ന് യൂസർ നെയിം കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ യൂസർ നെയിം നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെയായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനലിങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ മുകളിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കാണാനായിട്ട് സാധിക്കും. ആ 3 ഡോട്ടിൽ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ഓപ്ഷൻ കാണാം. അതിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഓപ്ഷൻ എഡിറ്റ് ചാനൽ എന്നുള്ളതാണ്. അപ്പോൾ അതിലോട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഇതുപോലെ നമുക്ക് ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് യൂസർ നെയിം എന്നുള്ളത് ഇവിടെയായിട്ട് യൂട്യൂബിൻ്റെ ഇതിൽ ചാനലിൻ്റെ URL വരുന്നത്. ഈ ഹാൻഡിൽ എന്നുള്ളത് നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ URL അത് ഓട്ടോമാറ്റിക് തന്നെ ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് നമ്മളിവിടെ ഹാൻഡിൽ ആണ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പേര് എന്താണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് ഹാൻഡിൽ അതായത് URL ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതായത് ഇത് തന്നെയാണ് എനിക്ക് വേണ്ടുന്നത്. അതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യേണ്ടവർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ഈ താഴെയായിട്ട് സേവ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കങ്ങ് സേവായി കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് യൂട്യൂബിൻ്റെ URL ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഓരോ യൂസർ നെയിം നിങ്ങൾ ഓരോന്നിൻ്റെ അതായത് യൂട്യൂബിൻ്റെ ആയാലും ഫേസ്ബുക്കിൻ്റെ ആയാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയാലും ചേഞ്ച് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അവിടെ ടിക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേറെ 1 2 3 എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്തായിട്ട് ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിമാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഇതുപോലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 ലൈൻ കാണാം. അപ്പോൾ ആ 3 ലൈനിലോട്ടൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സ് ആൻഡ് പ്രൈവസിയിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലായിട്ട് സെറ്റിങ്സ് എന്ന സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മുകളിലായിട്ട്. അപ്പോൾ അതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് സെൻറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അക്കൗണ്ട് സെൻറ്റർ എന്നുള്ള ഓപ്ഷനിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് പ്രൊഫൈൽ എന്ന് കാണാം. ഇവിടെയായിട്ട് കോളത്തിലായിട്ട് നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിമാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെ അവിടെയായിട്ട് ആ അങ്ങാടിക്കൽ പ്രകാശം ഇവിടെ കാണിക്കുന്ന അവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ ഓപ്പണായി വന്ന ഈ പേജിൽ നമുക്ക് യൂസർ നെയിം എന്ന് ഇവിടെ രണ്ടാമതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയായിട്ട് എനിക്ക് അങ്ങാടിക്കൽ ടെക് എന്നാണ് യൂസർ നെയിം ഉള്ളത്. അപ്പോൾ ഈ അങ്ങാടിക്കൽ ടെക് എന്നുള്ളത് മാറ്റിയിട്ട് അങ്ങാടിക്കൽ പ്രകാശ് എന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ടെക് എന്നുള്ളത് ഒന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം അവിടെയായിട്ട് പ്രകാശ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇവിടെ നമ്മൾ അങ്ങാടിക്കൽ പ്രകാശൻ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കോളത്തിൽ തന്നെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്രീൻ കളറിൽ ടിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. അതായത് മറ്റാരെങ്കിലും ഇതേ പേര് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഗ്രീൻ കളറിലുള്ള ടിക്ക് കിട്ടത്തില്ല. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡണ്ണെന്ന് കാണാൻ സാധിക്കും. അവിടെയോട്ട് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി തന്നെ നമുക്ക് അങ്ങാടിക്കൽ പ്രകാശം എന്നുള്ളത് ഇതുകൊണ്ടൊക്കെ നമ്മുടെ യൂസർ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മൾ അടിക്കടിക്ക് ഇങ്ങനെ യൂസർ നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. അതായത് അത് പോളിസിക്ക് നിരക്കാത്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തായിരിക്കും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.